ഹായ് ഫ്രണ്ട്സ്, ഗ്ലോറിയസ് എഡ്യു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 10th ലെവൽ പ്രിലിമിനറി എക്സാം സിലബസിലെ ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രിയിലെ അയിരുകളും ധാതുക്കളും എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യ ടോപ്പിക്കായ ആറ്റത്തിൻ്റെ ഘടന എന്ന വീഡിയോ കാണാത്തവർ അത് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് അയിരുകൾ ധാതുക്കൾ. ഇത് പഠിക്കുന്നതിന് മുമ്പേ അയിരുകൾ ധാതുക്കൾ എന്ന് പറയുന്ന ടോപ്പിക്ക് എവിടെ വരുന്നതാണ്, കെമിസ്ട്രിയിൽ എവിടെ വരുന്നതാണെന്നുള്ള കാര്യം, ഏത് ഭാഗത്ത് വരുന്നതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അയിരുകളും ധാതുക്കളും എന്ന ടോപ്പിക്ക് കെമിസ്ട്രിയിൽ ലോഹങ്ങൾ എന്ന ഭാഗത്ത് വരുന്നതാണ്. നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ ലോഹങ്ങൾ ഉപയോഗിക്കുന്നവരാണ് അല്ലേ? ഉദാഹരണത്തിന് സ്വർണം, വെള്ളി, അലൂമിനിയം ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമുക്കിതൊക്കെ ലഭിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. അപ്പോൾ ലോഹങ്ങൾ എങ്ങനെയാണ് ലഭിക്കുന്നത്, ഏതൊക്കെ പ്രക്രിയകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെയാണ് അയിരുകളും ധാതുക്കളും എന്ന ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് ഞാൻ 2 പാർട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആദ്യ പാർട്ടിൽ അയിരുകളെയും ധാതുക്കളെയും കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മറന്നു പോവാതിരിക്കാൻ ചിത്രം ഉപയോഗിച്ചുള്ള കോഡിലൂടെ നമ്മൾ പ്രധാന ലോഹങ്ങളും അവയുടെ അയിരുകളും പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ലോഹങ്ങൾ പ്രകൃതിയിൽ 2 തരത്തിലാണ് കാണപ്പെടുന്നത്. ലോഹങ്ങൾ പ്രകൃതിയിൽ 2 തരത്തിൽ കാണപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ലോഹങ്ങൾ കിട്ടുന്നത് പ്രകൃതിയിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രകൃതിയിൽ തന്നെ ഇത് 2 തരത്തിലായിട്ടാണ് കാണപ്പെടുന്നത്. ഒന്ന് സ്വതന്ത്രാവസ്ഥയിലും മറ്റൊന്ന് ലോഹ സംയുക്തങ്ങൾ. എന്താണ്? കുറച്ച് ലോഹങ്ങൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? സ്വതന്ത്രാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. മറ്റുള്ളവയോ ലോഹ സംയുക്തങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കാം സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നത്? അതായത് ചില ലോഹങ്ങളിൽ ക്രിയാശീലം വളരെ കുറവായിരിക്കും. അത്തരത്തിലുള്ളവ രാസപ്രവർത്തനത്തിലൊന്നും ഏർപ്പെടാതെ അവിടെ അങ്ങ് ഇരിക്കും. അപ്പോൾ സ്വതന്ത്രാവസ്ഥയിൽ അങ്ങ് ഇരിക്കും, വേറെ ഒരു രാസപ്രവർത്തനത്തിലും ഏർപ്പെടുന്നില്ല, ക്രിയാശീലം കുറഞ്ഞവ. അത്തരത്തിൽ കാണപ്പെടുന്ന ലോഹത്തിന് ഉദാഹരണമാണ് സ്വർണം, പ്ലാറ്റിനം എന്നിവ. അടുത്തത് ലോഹ സംയുക്തങ്ങൾ. എന്നാൽ ചിലതെങ്ങനെയാണ് കാണപ്പെടുന്നത്? ലോഹ സംയുക്തങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ക്രിയാശീലം കൂടിയവ എന്തായിരിക്കും? ലോഹ സംയുക്തങ്ങളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അങ്ങനെയുള്ള ലോഹ സംയുക്തങ്ങൾക്ക് പറയുന്ന പേരാണ് ധാതുക്കൾ. എന്താണ്? ധാതുക്കൾ. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. എന്താണ്? ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. ഉദാഹരണത്തിന് അലൂമിനിയത്തിൻ്റെ ചില ധാതുക്കളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ് എന്നിവ. അലൂമിനിയത്തിൻ്റെ ചില ധാതുക്കളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. എന്താണ്? ഈ ധാതുക്കളിലൊക്കെ എന്തുണ്ടാവും? അലൂമിനിയം അടങ്ങിയിട്ടുണ്ടാവും. ഈ ധാതുക്കളിലൊക്കെ അലൂമിനിയം അടങ്ങിയിട്ടുണ്ട്. ഈ ധാതുവിൽ നിന്നാണ് നമ്മുടെ അലൂമിനിയം നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ധാതുക്കൾ എന്ന് പറയുമ്പോൾ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. ഉദാഹരണത്തിന് അലൂമിനിയത്തിൻ്റെ ചില ധാതുക്കളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. അതുപോലെ ഇരുമ്പിൻ്റെ ധാതുക്കളായിരുന്നു ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഒക്കെ ഇരുമ്പിൻ്റെ ധാതുക്കളാണ്. അപ്പോൾ ഈ ധാതുവിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? നമ്മുടെ ലോഹം വേർതിരിച്ചെടുക്കുന്നത് ഈ ധാതുക്കളിൽ നിന്നാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ധാതുക്കളാണ് സിലിക്കേറ്റുകൾ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ധാതുക്കളാണ് സിലിക്കേറ്റുകൾ. അതുപോലെ തന്നെ ഏറ്റവും കാഠിന്യമേറിയ ധാതു ഏതാണെന്ന് ചോദിച്ചാൽ വജ്രമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കാഠിന്യമേറിയ ധാതു ഏതാണെന്ന് ചോദിച്ചാൽ വജ്രമാണ്. ഏറ്റവും കാഠിന്യമേറിയ 2ാമത്തെ ധാതുവാണ് കൊറണ്ടം. 2ാമത്തെ ധാതു കൊറണ്ടം. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ലോഹങ്ങൾ 2 തരത്തിൽ കാണപ്പെടുന്നുണ്ട്. പ്രകൃതിയിൽ 2 തരത്തിലായിട്ടാണ് കാണപ്പെടുന്നത്, സ്വതന്ത്രാവസ്ഥയിലും ലോഹ സംയുക്തങ്ങളായിട്ടും. അപ്പം ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങൾ അറിയപ്പെടുന്നതാണ് ധാതുക്കൾ. ഉദാഹരണം അലൂമിനിയത്തിൻ്റെ ധാതുക്കൾ ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. അതുപോലെ ഇരുമ്പിൻ്റെ ധാതുക്കളാണ് ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ധാതുക്കൾ സിലിക്കേറ്റുകളാണ്. ഏറ്റവും കാഠിന്യമേറിയ ധാതുവാണ് വജ്രം. ഏറ്റവും കാഠിന്യമേറിയ 2ാമത്തെ ധാതുവാണ് കൊറണ്ടം. അടുത്തത് നമുക്ക് അയിരുകൾ എന്താണെന്ന് പഠിക്കണം. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കാം. എന്താണ്? ഒരു ധാതുവിൽ നിന്ന്
എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഓരോ ലോഹത്തിനും എന്താണ് ഒന്നിലധികം ധാതുക്കളുണ്ട്. എന്നാൽ അതിൽ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ഏത് ധാതു ഉപയോഗിച്ചിട്ടാണോ വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും നമുക്ക് ആ ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്, ആ ധാതുവിനെയാണ് നമ്മൾ അയിര് അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ പറഞ്ഞു അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ് എന്നിവയൊക്കെ. എന്നാൽ അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണെന്ന് ചോദിച്ചാൽ ബോക്സൈറ്റ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം ബോക്സൈറ്റിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും നമുക്ക് അലൂമിനിയം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്. ഓക്കെ, അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റ് മാത്രമല്ല കേട്ടോ, ബോക്സൈറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ക്രയോലൈറ്റിൽ നിന്നും എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് തന്നെയാണ് ക്രയോലൈറ്റും. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും. അപ്പം ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്, ആ ധാതുവിനെയായിരിക്കും നമ്മൾ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്, എല്ലാ അയിരുകളും എന്തായിരിക്കും? ധാതുക്കളായിരിക്കും. കാരണം എന്താണ്, ധാതുക്കൾ എന്ന് പറയുന്നത്, ഈ അയിര് എന്ന് പറയുന്നത് എന്താണ്, ഒരു എളുപ്പത്തിൽ ഏത് ധാതുവിൽ നിന്നാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലോഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയിര് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം നമ്മൾ എന്താണ് പഠിച്ചത്? ധാതുക്കൾ എന്താണെന്ന് പഠിച്ചു. ഭൂവൽക്കത്തിലെ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. പിന്നീട് എന്ത് പഠിച്ചു? അയിരുകൾ എന്താണെന്ന് പഠിച്ചു. എന്താണ് അയിരുകൾ? ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കാം. അപ്പോൾ അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഇനി നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട അയിരുകൾ പഠിക്കാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട ലോഹങ്ങളും അവയുടെ അയിരുകളും പഠിക്കാൻ പോവുകയാണ്. ചിത്രത്തിൻ്റെയും ഒരു കോഡിൻ്റെയൊക്കെ സഹായത്തോടുകൂടിയാണ് പഠിക്കുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ചിത്രവും കോഡൊക്കെ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതെന്നും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കോഡ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടേതായ കോഡ് ഉണ്ടാക്കാവുന്നതാണ്. എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കുറച്ച് കോഡുകളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മുടെ എപ്പോഴും PSC ക്വസ്റ്റ്യനിൽ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് അലൂമിനിയത്തിൻ്റെ അയിര് ഏത്? അപ്പം അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും. ഓക്കെ, കോഡ് ആവശ്യമില്ലാത്തവർക്ക് കോഡ് നോക്കാതെ ലോഹവും അയിരുകളും പഠിച്ചിരുന്നാലും മതി. അപ്പോൾ അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. ഇത് നമുക്ക് എളുപ്പത്തിന് വേണ്ടി എങ്ങനെ ഓർത്തിരിക്കാം? ഞാനിവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു അലൂമിനിയം ബോക്സിൻ്റെ അകത്ത് ക്രയോൺസ് വെച്ചിട്ടുണ്ട്. അലൂമിനിയം ബോക്സിനകത്ത് നിറയെ ക്രയോൺസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അലൂമിനിയം ബോക്സ്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബോക്സൈറ്റ്. എന്താണ് വെച്ചിരിക്കുന്നത്? ക്രയോൺസ് ആണുള്ളത്. അപ്പോൾ എന്ത് പഠിക്കാം നമുക്ക്? ക്രയോലൈറ്റ്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. ഓക്കെ, അടുത്തത് അയേൺ. അയേണിൻ്റെ അയിരാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റ്. അയേണിൻ്റെ അയിരാണ് ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അത് നമുക്ക് ചിത്രത്തിൻ്റെ സഹായത്തോടെ എങ്ങനെ പഠിക്കാം? ഇവിടെ നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് 2 സ്ത്രീകളെ കാണാം. അവരുടെ പേരാണ് ഹേമയും മാഗ്ന. ഓക്കെ, ഹേമയും മാഗ്നയാണെന്ന് ഓർക്കുക. അവരെന്താ ചെയ്യുന്നത്? അവർ ഇരുമ്പ് തണ്ട്, അയേൺ റോഡ്സ് വെച്ചിട്ട് എന്തൊക്കെയോ ജോലികൾ ചെയ്യുകയാണ് അല്ലേ? അയേൺ റോഡ്സ് ആണ് അവരുടെ കയ്യിലുള്ളത്. അയേൺ റോഡ്സ് ഉണ്ട്. അപ്പോൾ അയേൺ റോഡ്സ് വെച്ചിട്ട് ഹേമയും മാഗ്നയും കൂടിയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെ ഓർത്തിരിക്കാതെ? അയേൺ റോഡ്സ് ആണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അയേണിൻ്റെ അയിരുകളാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റ്. അപ്പോൾ ഹേമയും മാഗ്നയും.
അപ്പോൾ എന്താണ്, അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. എളുപ്പത്തിൽ എങ്ങനെ ഓർക്കാം? അലൂമിനിയത്തിൻ്റെ ബോക്സിൽ നിറയെ ക്രയോൺസ് ഉണ്ട്. ഓക്കെ. അടുത്തത് അയേണിൻ്റെതാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഹേമയും മാഗ്നയും കൂടെ അയൺ റോഡ്സ് വെച്ചിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അടുത്തത് പഠിക്കാൻ പോകുന്നത് സിങ്കിൻ്റെ അയിരുകളാണ് സിങ്ക് ബ്ലെൻഡും കലാമിനും. അപ്പോൾ സിങ്ക് ബ്ലെൻഡ് എന്നുള്ളത് നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് തന്നെ ലഭിക്കും. അടുത്തതെന്നാണ് കലാമിൻ. അത് ഓർത്തിരിക്കാൻ എന്ത് ചെയ്താൽ മതി? സിങ്ക് കണ്ടില്ലേ, ഇവിടെ ഒരു സിങ്കാണ്. എന്താണ്, സ്പെല്ലിങ് മാറ്റാണ്, എന്നാൽ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഈ സിങ്ക് എന്താണ്, സിങ്കിൻ്റെ അകത്ത് നോക്കിയേ എന്തൊക്കെയോ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ഏതോ ഒരു കലാകാരൻ്റെ പണിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ്, നല്ല കലാവാസനയുള്ള ആരോ ആണ് ഈ സിങ്കിനകത്ത് ഇതുപോലെ ചെയ്തിരിക്കുന്നത് അല്ലേ. നല്ല കലാവാസനയുള്ള ആളാണ്. അപ്പോൾ കലാമിൻ. അപ്പോൾ സിങ്കിൻ്റെ അയിരുകളാണ് കലാമിൻ. എന്താണ്, സിങ്കിനകത്ത് നല്ല കലാകാരൻ എന്തൊക്കെയോ ചിത്രപ്പണികൾ ചെയ്തിട്ടുണ്ട് അല്ലേ. കലാമിൻ, സിങ്കിൻ്റെ അയിരാണ് സിങ്ക് ബ്ലെൻഡും കലാമിനും. അടുത്തത് തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കിയേ, ഒരാൾ മോണ കാട്ടിയിട്ട് ദേഷ്യപ്പെടുകയാണ് അല്ലേ. അപ്പോൾ മോണ കാട്ടി തെറി പറയാണ് അയാൾ. എന്താണ്, മോണ കാട്ടി തെറി എന്നുള്ളത് തോറിയം ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. അടുത്തത് ടിന്നിൻ്റെ അയിരാണ് കാസിറ്ററൈറ്റ്. ചിത്രത്തിലേക്ക് നോക്കിയേ, ഒരു ടിന്നിനകത്ത് കാസറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടിന്നിൻ്റെ അയിരാണ് കാസിറ്ററൈറ്റ്. അപ്പോൾ ഇതുവരെയുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിയേ. ആദ്യം നമ്മൾ എന്തിൻ്റെ അയിരാണ് പഠിച്ചത്? അലൂമിനിയത്തിൻ്റെ അയിര് പഠിച്ചു. അലൂമിനിയത്തിൻ്റെ അയിര് എന്തായിരുന്നു ചിത്രം ഒന്ന് ഓർത്ത് നോക്കിയേ. ഒരു അലൂമിനിയം ബോക്സിനകത്ത് ക്രയോൺസ് ഉണ്ടായിരുന്നു ഇല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റും ക്രയോൺസ്. അപ്പോൾ എന്താണ്? ക്രയോലൈറ്റും. അലൂമിനിയം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? അയേണിന് എന്തായിരുന്നു പഠിച്ചത്? ഹേമയും മാഗ്നയും കൂടിയിട്ട് എന്തൊക്കെയോ ഇരുമ്പിൻ്റെ ദണ്ടുകൾ കൊണ്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയേൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അയിരുകളാണ്. പിന്നീട് നമ്മൾ പഠിച്ചത് സിങ്ക്. എന്തായിരുന്നു? ആ സിങ്കിനകത്ത് നല്ല കലാവാസനയുള്ള ആരോ എന്തൊക്കെയോ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? സിങ്കിൻ്റെ അയിര് കലാമിൻ. സിങ്കിൻ്റെ അയിരാണ് കലാമിനും സിങ്ക് ബ്ലെൻഡ് കലാമിൻ. ഈ രണ്ടയിരുകളും സിങ്കിൻ്റെതാണ്. അടുത്തത് തോറിയത്തിൻ്റെ എന്തായിരുന്നു? തോറിയത്തിൻ്റെതായിരുന്നു മോണോസൈറ്റ്. എന്താണ്? ഒരാൾ മോണ കാട്ടിക്കൊണ്ട് തെറി പറയുന്നു. തോറിയം, മോണോസൈറ്റ്. അടുത്തത് ടിന്നിൻ്റെത് കാസിറ്ററൈറ്റ്. എങ്ങനെ ഓർത്തിരിക്കാം? ടിന്നിനകത്തൊരു കാസറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് സ്വർണത്തിൻ്റെ അയിരാണ് ബിസ്മത്ത്. എങ്ങനെ ഓർത്തിരിക്കാം? സ്വർണ്ണ ബിസ്ക്കറ്റ് അങ്ങനെ ഓർത്തിരിക്കാം എളുപ്പത്തിൽ ഇല്ലേ. സ്വർണത്തിൻ്റെ അയിരാണ് ബിസ്മത്ത്. അടുത്തത് നോക്കിയേ, മാംഗനീസിൻ്റെ അയിരാണ് പൈറോലുസൈറ്റ്. എന്താണ്? പൈറോലുസൈറ്റ്. നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കിയേ, അവിടെ എന്താണ്? പശു ഉണ്ട് അല്ലേ. പശു എന്താ ചെയ്യുന്നത്? മാങ്ങ അല്ലെങ്കിൽ മാംഗോ തിന്നുന്നുണ്ട് അല്ലേ. മാംഗോ കഴിക്കുന്നുണ്ട്. അപ്പം പൈറോലുസൈറ്റ്. പശുവിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പൈ എന്നും പറയാറുണ്ട്. പശുവിന് പൈ എന്നും പറയാറുണ്ട്. അപ്പോൾ പൈ എന്താ കഴിക്കുന്നത്? മാങ്ങ അല്ലെങ്കിൽ മാംഗോ ആണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ കൂടെ ഉണ്ടാക്കാം. മാംഗനീസ്, പൈറോലുസൈറ്റ്. പൈ എന്താ കഴിക്കുന്നത്? മാംഗനീസ്. മാംഗനീസിൻ്റെ അയിരാണ് പൈറോലുസൈറ്റ്. അടുത്തത് വനേഡിയത്തിൻ്റെ അയിരാണ് പെട്രോനൈറ്റ്.
പെട്രോനൈറ്റ്. എങ്ങനെ ഓർത്തിരിക്കാം? ഇതാ ചിത്രത്തിലേക്ക് നോക്കിയേ, ഒരാൾ പെട്രോമാക്സ് എടുത്തുകൊണ്ട് വനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മെട്രോമാക്സ് എടുത്തുകൊണ്ട് വനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വനത്തിലൂടെ എന്നതിൽ നിന്ന് വനേഡിയം, പെട്രോമാക്സ് എന്നതിൽ നിന്ന് പെട്രോനൈറ്റ്. അപ്പം എന്താണ്? വനേഡിയത്തിൻ്റെ അയിരാണ് പെട്രോനൈറ്റ്. വനേഡിയത്തിൻ്റെ അയിരാണ് പെട്രോനൈറ്റ്. അപ്പോൾ സ്വർണത്തിൻ്റെ അയിര് ബിസ്മത്ത്, മാംഗനീസിൻ്റെ അയിരാണ് പൈറോലുസൈറ്റ്. മാംഗനീസിൻ്റെ അയിരാണ് പൈറോലുസൈറ്റ്. വനേഡിയത്തിൻ്റെ അയിരാണ് പെട്രോനൈറ്റ്. ഓക്കെ, അടുത്തത് സിൽവറിൻ്റെ അയിരാണ് 2 അയിരുകളുണ്ട്, അർജൻറ്റൈറ്റ്സും ഹോൺ സിൽവറും. ഹോൺ സിൽവർ നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് എഴുതാൻ പറ്റുന്നതായിരിക്കും, ഹോൺ സിൽവർ. അടുത്തത് അർജൻറ്റൈറ്റ്സ്. എങ്ങനെ ഓർത്തിരിക്കാം? ഇത് അർജൻറ്റീനക്കാർക്ക് ഒരു സിൽവർ ട്രോഫിയാണ് കിട്ടിയിരിക്കുന്നത്. കളി കഴിഞ്ഞ് അവർക്ക് എന്ത് ട്രോഫിയാണ് കിട്ടിയത്? സിൽവർ ട്രോഫിയാണ് കിട്ടിയിരിക്കുന്നത്. അർജൻറ്റീനയ്ക്ക് സിൽവർ ട്രോഫിയാണ് കിട്ടിയിരിക്കുന്നത്. അർജൻറ്റീനയ്ക്ക് സിൽവർ ട്രോഫി. എങ്ങനെ ഓർക്കുക? അപ്പോൾ സിൽവറിൻ്റെ അയിരാണ് അർജൻറ്റീന എന്നതാണ് അർജൻറ്റൈറ്റ്സ്. ഓക്കെ, അർജൻറ്റൈറ്റ്സ്. അടുത്തത് നിക്കലിൻ്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കിയേ, ഇതാ ഇവിടെ ഒരു സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പെണ്ണെടുത്തിട്ട് ഇങ്ങനെ നിന്നിട്ടാണുള്ളത് അല്ലേ. നിന്നിട്ടാണുള്ളത്. അപ്പം എന്താണ്? നിന്നിട്ടാണുള്ളത്. നിക്കലാണ്. ഇരുന്നിട്ടുണ്ടോ? ഇല്ല, എഴുതിയിട്ട് വേണം അവർക്ക് ഇരിക്കുക. അപ്പം എന്താണ്? നിക്കൽ. പെന്നും എടുത്തിട്ട് നിക്കലാണ് അവിടെ. അപ്പം നിക്കലിൻ്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. അടുത്തത് ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ. ചെമ്പിൻ്റെ അയിരുകളാണ് മാലക്കൈറ്റ്, ചാൽക്കോസൈറ്റ്, കോപ്പർ ഗ്ലാൻസ് ആൻഡ് കുപ്രൈറ്റ്. ഏതൊക്കെയാണ്? മാലക്കൈറ്റ്, ചാൽക്കോസൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്. ഓക്കെ, അപ്പോൾ കോപ്പറിൻ്റെ അയിരാണ്. അപ്പോൾ കോപ്പർ ഗ്ലാൻസ് ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. അടുത്തത് മാലക്കൈറ്റ്. ചിത്രത്തിലേക്ക് നോക്കിയേ, കോപ്പറിൻ്റെ ഒരു മാലയുണ്ട് അല്ലേ. കോപ്പറിൻ്റെ മാല. അപ്പോൾ കോപ്പറിൻ്റെ മാല, ചെമ്പിൻ്റെ മാലയാണ് ആ കാണിച്ചിരിക്കുന്നത്. ചെമ്പിൻ്റെ മാല. അപ്പോൾ ചെമ്പിൻ്റെ അയിരാണ് മാലക്കൈറ്റ്. അടുത്തത് ചാൽക്കോസൈറ്റ്, മാലക്കൈറ്റ്, കോപ്പർ ഗ്ലാൻസ്. അടുത്തത് കുപ്രൈറ്റ്. നോക്കിയ ചിത്രത്തിൽ രണ്ടാമത്തെ ചിത്രം നോക്കിയ കുപ്രൈറ്റ്. ഒരു കുപ്പ പോലെ എന്താണ് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നില്ലേ. വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കുപ്പ എന്ന് പറയുന്നില്ല, കുപ്പയിലിടുക എന്ന് പറയില്ലേ. അപ്പോൾ ഒരു കുപ്പയിൽ എന്തൊക്കെയാണ് കാണുന്നത്? നിറയെ കോപ്പർ വയറുകൾ അവിടെ എവിടെയായിട്ടൊക്കെ കാണുന്നില്ലേ. അപ്പോൾ കോപ്പർ. അപ്പം എന്താണ്? കോപ്പറിൻ്റെ എന്താണ്? കുപ്പയിലുള്ളതാണ് കുപ്രൈറ്റ്. കുപ്പ എന്നുള്ളതിനകത്ത് കുപ്രൈറ്റ്. അപ്പോൾ ചെമ്പിൻ്റെ അയിരാണ് ചെമ്പിൻ്റെ അയിര് അല്ലെങ്കിൽ കോപ്പറിൻ്റെ അയിരാണ് കുപ്രൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, മാലക്കൈറ്റ്, ചാൽക്കോസൈറ്റ്. ഏതൊക്കെയാ? മാലക്കൈറ്റ്, ചാൽക്കോസൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്. അടുത്തത് ടൈറ്റാനിയം എന്ന് പറയുന്ന ലോഹത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ്. ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ്. ഓക്കെ, ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ്. ചിത്രത്തിലേക്ക് നോക്കിയാൽ ഇൽമനൈറ്റില്ലാതെ ഇല ഓർത്തിരിക്കുക. ഒരു ഇല കാണുന്നുണ്ട് അല്ലേ. ഇല എവിടെയാണുള്ളത്? ഇതാ ഒരു വെള്ളത്തിൻ്റെ അകത്ത് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. അവിടെ അതിലായിട്ട് എന്താണ്? വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് അതിനകത്തേക്ക്. അപ്പോൾ വെള്ളത്തിനകത്ത് പൊങ്ങിക്കിടക്കുന്ന ഒരു ഇലയെ ഓർമ്മിക്കുക. അപ്പുറത്ത് എന്താണ്? നമ്മുടെ ടൈറ്റാനിക് കപ്പലില്ലേ, ടൈറ്റാനിക് കപ്പലാണ് അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ടൈറ്റാനിക് കപ്പൽ പോലെയാണ് പൊങ്ങിക്കിടക്കുന്നുണ്ട്. എന്തും ഇലയും കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ്. ടൈറ്റാനിക് കപ്പൽ എന്നുള്ളതിൻ്റെ അകത്തുനിന്ന് ടൈറ്റാനിയം എന്ന് ഓർത്തിരിക്കുക. ഇല അത് എന്താണ്? കപ്പൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ ഇലയും പൊങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഇലയിൻ്റെ അകത്തുനിന്ന് ഇൽമനൈറ്റ്. ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ്. അടുത്തത് കാൽസ്യത്തിൻ്റെ അയിരാണ് ലൈംസ്റ്റോൺ, അതുപോലെ തന്നെ ഫ്ലൂർസ്പാർ. ലൈംസ്റ്റോണും ഫ്ലൂർസ്പാറും കാൽസ്യത്തിൻ്റെ അയിരുകളാണ്. കാൽസ്യത്തിന് കാലുകൾ ഓർത്തിരുന്ന ചിത്രത്തിൽ കാണുന്നുണ്ടല്ലേ, കാലുകൾ കാണുന്നുണ്ടല്ലേ. ലൈംസ്റ്റോണുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? കാലെവിടെയാണ്? ഒരു സ്റ്റോണിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് അല്ലേ. ഒരു കല്ലിൻ്റെ മുകളിൽ, ഒരു സ്റ്റോണിൻ്റെ മുകളിലാണ് കാലുകൾ വെച്ചിട്ടുള്ളത്. അപ്പം
കാലുകൾ, അതിനകത്തുനിന്ന് കാൽസ്യം എന്ന് ഓർത്തിരിക്കുക. സ്റ്റോൺ എൻ്റെ അകത്തുനിന്ന് ലൈം സ്റ്റോൺ എന്നും ഓർത്തിരിക്കുക. അപ്പോൾ കാൽസ്യത്തിൻ്റെ അയിരുകളാണ് ലൈം സ്റ്റോൺ, അതുപോലെ തന്നെ ഫ്ലൂർ സ്പാർ. ഓക്കെ, ഫ്ലൂർ സ്പാറും ലൈം സ്റ്റോണും കാൽസ്യത്തിൻ്റെ അയിരുകളാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് ഇല. അപ്പോൾ എന്താണ്? ഇൽമനൈറ്റ്. ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ്. കാൽസ്യത്തിൻ്റെ അയിരാണ് ലൈം സ്റ്റോണും ഫ്ലൂർ സ്പാറും. ലൈം സ്റ്റോണും ഫ്ലൂർ സ്പാറും. അപ്പം അടുത്ത ഒരു 4 ലോഹങ്ങൾ, അവയുടെ അയിരുകളും കൂടെ പഠിക്കേണ്ടതുണ്ട്. അതായത് യുറേനിയം പ്രധാനപ്പെട്ടതാണ്. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്, അതുപോലെ തന്നെ കാർണോറൈറ്റ്. ഓക്കെ, യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡും കാർണോറ്റൈറ്റും. ഓക്കെ, മെർക്കുറിയുടെ അയിരാണ് സിന്നബർ. ആൻറ്റിമണിയുടെ അയിരാണ് സ്റ്റിപ്നൈറ്റ്. അടുത്തത് ലെഡിൻ്റെ അയിരാണ് ഗലീനയും ലിത്താർജും. ലെഡിൻ്റെ അയിര് ലിത്താർജ്, ലാല അങ്ങനെ ഓർത്തിരിക്കാം. ലെഡ്, ലിത്താർജ്, ലിത്താർജും ഗലീനയും. അതുപോലെ തന്നെ ബോറോണിൻ്റെ അയിരാണ് ടിൻകൽ. അടുത്തത് ബേരിയം, പേരിൽ നിന്ന് തന്നെ എളുപ്പം പഠിക്കാൻ പറ്റും. ബേരിയം ബറൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ്. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡും കാർണോറ്റൈറ്റ്. അടുത്തത് മെർക്കുറിയുടെ അയിരാണ് സിന്നബർ. ആൻറ്റിമണിയുടെ അയിരാണ് സ്റ്റിപ്നൈറ്റ്. ലെഡിൻ്റെ അയിരാണ് ഗലീനയും ലിത്താർജ്. ബോറോണിൻ്റെത് ടിൻകൽ. ബേരിയത്തിൻ്റെത് ബറൈറ്റ്. ഓക്കെ, അപ്പം നമ്മളിന്ന് പ്രധാനമായിട്ടും എന്തൊക്കെ പഠിച്ചു? ലോഹങ്ങളെ പറ്റിയിട്ട് ഒരു ചെറിയതായിട്ട് പഠിച്ചു. എന്താണ് പഠിച്ചത്? ലോഹങ്ങൾ പ്രകൃതിയിൽ ഏതൊക്കെ അവസ്ഥയിൽ കാണപ്പെടുന്നുണ്ടെന്ന് പഠിച്ചു. ലോഹങ്ങൾ പ്രധാനമായിട്ടും 2 തരത്തിലാണ് പ്രകൃതിയിൽ കാണപ്പെടുന്നത്. ഏതൊക്കെ തരത്തിലായിരുന്നു? ഒന്ന് സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്, രണ്ടാമത്തത് ലോഹ സംയുക്തങ്ങളായിട്ടും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ലോഹ സംയുക്തങ്ങളായിട്ട് കാണപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ധാതുക്കൾ എന്ന് പറയുന്നത്. ലോഹ സംയുക്തങ്ങളായിട്ട് കാണപ്പെടുന്നതിനെയാണ് നമ്മൾ ധാതുക്കൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഉദാഹരണമായിട്ട് അലൂമിനിയത്തിൻ്റെ ധാതുക്കളാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും കളിമണ്ണും ഒക്കെ. പിന്നീട് നമ്മൾ അയിരുകൾ എന്താണെന്ന് പഠിച്ചു. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും, അതായത് ഏത് ധാതുവിൽ നിന്നാണോ നമുക്ക് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയിരുകൾ എന്ന് പറയുന്നത്. ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും നമുക്ക് ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്, ആ ധാതുവിനെ അയിരുകൾ എന്ന് പറയുന്നു. അതുപോലെ അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ഉദാഹരണമായിട്ട് പഠിച്ചു. അതുപോലെ തന്നെ എന്താണ്? എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. പിന്നീട് നമ്മൾ ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കുറച്ച് ലോഹങ്ങളും അവയുടെ അയിരുകളും പഠിച്ചു. ആദ്യം എന്തായിരുന്നു പഠിച്ചത്? അലൂമിനിയത്തിൻ്റെ അയിര് ഒന്ന് ചിത്രമൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് നോക്കിയേ, ഓർമ്മ വരുന്നുണ്ടോ? അലൂമിനിയത്തിൻ്റെ അയിര് എന്തായിരുന്നു? അലൂമിനിയത്തിൻ്റെ ബോക്സ് നിറയെ ക്രയോൺസ്, അല്ലേ? അപ്പോൾ എന്താണ്? അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും. അടുത്തത് അയേൺ എന്താണ്? ഇരുമ്പ് കൊണ്ട് മാഗ്നയും ഹേമയും കൂടി അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ എന്താണ്? അയേണിൻ്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്. അടുത്തത് സിങ്കിൻ്റെ അയിര് എന്തൊക്കെയായിരുന്നു? സിങ്കിൻ്റെ അകത്ത് നല്ല കലാവാസനയുള്ള ആരോ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ സിങ്കിൻ്റെ അയിരാണ് കലാമിനും സിങ്ക് ബ്ലെൻഡും കൂടെ ഉണ്ട്. പിന്നീട് എന്ത് പഠിച്ചു? തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. ഒരാൾ മോണ കാട്ടി ദേഷ്യം പിടിച്ചുകൊണ്ട് തെറി പറയുന്നുണ്ട്. പിന്നീട് എന്ത് പഠിച്ചു? സ്വർണ്ണ ബിസ്ക്കറ്റ്. ഇപ്പം എന്താണ്? സ്വർണത്തിൻ്റെ അയിരാണ് ബിസ്മത്ത്. അടുത്തത് കോപ്പർ പഠിച്ചിട്ടുണ്ട്. കോപ്പറിൻ്റെ അയിരായിരുന്നു എന്തൊക്കെ? മാലക്കൈറ്റ്, ചാൽക്കോസൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്, ഇതൊക്കെ, അല്ലേ? അടുത്തത് ടൈറ്റാനിയത്തിൻ്റെ അയിര് എന്തായിരുന്നു? ടൈറ്റാനിക് കപ്പൽ നമ്മുടെ എന്തായിരുന്നു? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട്. ഇലയായിട്ടല്ലേനോ? അപ്പോൾ എന്താണ്? ഇൽമനൈറ്റ്. ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ്. അടുത്തത് കാൽസ്യം. കാലുകൾ എവിടെയായിരുന്നു വെച്ചിട്ടുള്ളത്? സ്റ്റോണിൻ്റെ മുകളിൽ, അല്ലേ? അപ്പം കാൽസ്യത്തിൻ്റെ അയിരുകളാണ് ലൈം സ്റ്റോണും ഫ്ലൂർ സ്പാറും. പിന്നെ എന്ത് പഠിച്ചു? വനേഡിയത്തിൻ്റെ അയിര് പഠിച്ചു. പെട്രോനൈറ്റ്. എന്തായിരുന്നു? വനത്തിലൂടെ ഒരാൾ പെട്രോമാക്സ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. വനേഡിയം, പെട്രോനൈറ്റ്. പിന്നീട് മാംഗനീസ് പഠിച്ചു. മാംഗനീസിൻ്റെ അയിരാണ് പൈറോലുസൈറ്റ്. എന്താണ്?
പൈ അല്ലെങ്കിൽ പശു എന്ത് ചെയ്യുന്നുണ്ട്, മാംഗോ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ മാംഗനീസിൻ്റെ അയിരാണ് പൈറോലുസൈറ്റ്. പിന്നെ സിൽവറിൻ്റെ അയിരുകളാണ് ഹോൺ സിൽവറും അർജൻറ്റൈറ്റ്സും. അർജൻറ്റീനക്കാർ സിൽവർ ട്രോഫി ആയിട്ട് നിൽക്കുന്നു. പിന്നെ എന്ത് പഠിച്ചു? നിക്കലിൻ്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. നിക്കലിൻ്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. പെന്നുമായിട്ട് നിൽക്കുന്നു, പെൻലാൻഡൈറ്റ്. പിന്നീട് നമ്മൾ എന്താണ്, യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്, ബോറോണിൻ്റെ അയിരാണ് ടിൻകൽ, ബേരിയത്തിൻ്റെ അയിരാണ് ബെറൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലോഹത്തിൻ്റെ എങ്ങനെയാണ് ഒരു അയിരിൽ നിന്ന് ഒരു ലോഹം എങ്ങനെയാണ് വേർതിരിക്കുന്നത്, അതിൻ്റെ പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.